ഇറാനും ഇസ്രായേലും പ്രത്യാക്രമണങ്ങൾ പുനരാരംഭിച്ചതോടെ ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയിലാവുകയാണ്. ഇറാനിലെ ഇസ്ഫഹാനിൽ സ്ഫോടനമുണ്ടായി. തെഹ്റാനിലും സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഉടൻ വെടിനിർത്തലിന് തയ്യാറാകാൻ ഇറാനോടും ഇസ്രായേലിനോടും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണ് എന്നാണ് ഇറാൻ സേന അവകാശപ്പെടുന്നത്. ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തെഹ്റാനിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ലഭ്യമായ യാത്രാമാർഗം ഉപയോഗിച്ച് എത്രയും വേഗം ഇറാൻ വിടണമെന്നും എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, ഇതിപ്പോൾ ഇന്ന് പുലർച്ചെയോടെ വീണ്ടും ഒരു വലിയ സംഘർഷത്തിൻ്റെ സാധ്യതകളിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകൾ നമ്മൾക്ക് കിട്ടുകയാണ്. എവിടെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിനെ ആദ്യം ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്? അതിനുശേഷം ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരോട് ഇറാൻ വിടണം എന്നുള്ളത് അതീവ ഗൗരവമായി തന്നെ നമുക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അവിടെ കൂടുതൽ സംഘർഷഭരിതമാകുന്നതിൻ്റെ സൂചനകൾ ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് MCA? മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലെബനാനിലുള്ള ഇസ്രായേലിന്റെ ആക്രമണമാണ് ഈ നിലവിലുള്ള പ്രതിസന്ധി ഇത്രയേറെ സങ്കീർണമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബെയ്റൂത്ത് ഉൾപ്പെടെ ലെബനാന് നേരെ ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ അത് വെറുതെ നോക്കി നിൽക്കുകയില്ല, അത് ശക്തമായി തന്നെ തങ്ങൾ ഇടപെടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇതൊക്കെയും അവഗണിച്ചുകൊണ്ട് ലെബനാന് നേരെ, ബെയ്റൂത്തിന് നേരെ ആക്രമണ പരമ്പരകളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി വന്നു. അതോടുകൂടിയാണ് ഇറാൻ ഏകപക്ഷീയമായി തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളുകയും നിലവിലുള്ള വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇന്നലെ രാത്രി നടത്തി. അതിനുള്ള തിരിച്ചടി ഒഴിവാക്കണം എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിനോട് നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടത്. കാരണം ഒരു കരാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. ഇത്തരമൊരു ആക്രമണ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കരാർ രൂപവൽക്കരണത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്നായിരുന്നു പറഞ്ഞത്. അത് ഏറെക്കുറെ നെതന്യാഹു അംഗീകരിച്ചതായിട്ടായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് തങ്ങളുടേതായ നിലക്ക് തിരിച്ചടി നൽകുകയായിരുന്നു. പ്രധാനമായിട്ടും തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങൾക്ക് നേരെയാണ്. തബ്രീസിൽ നടന്നു, അതോടൊപ്പം തന്നെ ഇസ്ഫഹാൻ, ഈ 3 നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ 2ഇടങ്ങളിലും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ആളപായം സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇപ്പോൾ പോലും ഇല്ല. കാരണം 2 രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് അക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. അല്പം മുമ്പ് ഇറാനിലെ യസ്ദിൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മേഖലയിലെ രാജ്യങ്ങളും വലിയ ആശങ്കയിലാണ്. കാരണം മുമ്പൊക്കെ സംഭവിച്ചതുപോലെ എപ്പോൾ വേണമെങ്കിലും ഈ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിച്ചേക്കുമെന്ന ഒരു ആശങ്ക പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല യമനിലെ ഹൂത്തികളും തങ്ങൾ പൂർണ്ണമായിട്ടും ഈ യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതുമാത്രമല്ല ഇന്ന് രാവിലെ ഇസ്രായേലിന് നേർക്ക് ഹൂത്തികൾ മിസൈൽ അയച്ചു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിലൂടെയുള്ള യാത്ര വിലക്കിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഹൂത്തികൾ നടത്തിയിരിക്കുന്നു. അപ്പം യുദ്ധം കൂടുതൽ പടരുന്നതിന്റെ സൂചനയാണ്. അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് 2 രാജ്യങ്ങളോടും ഇറാനോടും അതോടൊപ്പം തന്നെ ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിന് തയ്യാറാകണം, ഒരു കരാറിനുള്ള പാത ഒരുക്കണമെന്നാണ്. ആ കരാർ രൂപവൽക്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതോടുകൂടി നാവിക ഉപരോധം തങ്ങൾ പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കരാറിലേക്ക് എത്താനുള്ള ഒരു അവസരം ഒരുക്കണമെങ്കിൽ 2 രാജ്യങ്ങളും അതിന് സന്നദ്ധമാകണം. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ അവസ്ഥയിൽ ഒരു പിന്മാറ്റത്തിന് ഒരുക്കമല്ല, ദീർഘകാല യുദ്ധമാണെങ്കിൽ അതിനും രാജ്യം സജ്ജമായി നിൽക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടുകൊണ്ട് ലെബനാൻ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുക. അതിന് ട്രംപ് മുതിരുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത്. ശരി MCA, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഇറാനിലുള്ള പൗരന്മാരോട് മടങ്ങണം, ഇന്ത്യൻ പൗരന്മാരോട് വളരെ പെട്ടെന്ന് മടങ്ങണമെന്ന് ഇന്ത്യൻ എംബസി അവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അത് എത്രമാത്രം വലിയ ഒരു അപകട സൂചന, ഒരു സംഘർഷ സാധ്യത മുന്നിൽ കണ്ടാണ്? അതോടൊപ്പം തന്നെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് എംബസിയുടെ ഭാഗത്തു നിന്നുള്ളത് MCA? മഹേഷ്, നേരത്തെ തന്നെ ഫെബ്രുവരി 28 ആക്രമണം ആരംഭിച്ച ഉടൻ തന്നെ അതിന് മുമ്പ് കുറെ ഇന്ത്യക്കാർ മടങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ പോലും ആയിരക്കണക്കിന് ഇന്ത്യക്കാർ വിവിധ ഇറാൻ നഗരങ്ങളിൽ ഉണ്ട്. അവരോട് എത്രയും പെട്ടെന്ന് സാധ്യമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടണം എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വളരെ കർശനമായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് ഒരു പക്ഷേ വിമാന സർവീസുകൾ പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരു സാഹചര്യം വരും. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇവരെ രക്ഷപ്പെടുത്തുക എന്ന
എന്നത് അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്നത് കൂടുതൽ സങ്കീർണമാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അസർബൈജാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൂടെയോ മറ്റോ എത്രയും പെട്ടെന്ന് ഇറാനിൽ നിന്ന് ഒഴിവാകണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ടെഹ്റാനിലെയും അതോടൊപ്പം തന്നെ ഇസ്ഫഹാനിലെയും ഒക്കെ വിമാനത്താവളങ്ങൾ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.